അങ്ങനെ ഇന്നൊരു എന്താ ഒരു സോളോ ട്രിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. സോളോ ട്രിപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാനൊരു ഹൈക്കിങ്ങിന് പോവുകയാണ് ഒറ്റയ്ക്ക് കേട്ടോ. ഞാൻ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടി ഓഫ് ചെയ്ത് പാർക്കിങ്ങിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിങ്ങനെ പോവുകയാണ്. ഇതാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലം കണ്ടോ. ഇതിന് താഴെയായിട്ട് വണ്ടി പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, അധികം ആൾക്കാരും ഇല്ല. അപ്പോൾ കഴിഞ്ഞ് ഇതാ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. അപ്പം റെക്കിൻ ഹില്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഷോപ്പ്ഷെയറിനകത്തുള്ള ഒരു ഹില്ലാണ്. ഷോപ്പ്ഷെയർ എന്ന് പറയുന്നത് ഇവിടുത്തെ കൗണ്ടിയാണ്. നമ്മുടെ നാട്ടിലെ ജില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ UK-യിലുള്ള ഒരു കൗണ്ടിയാണ് ഷോപ്പ്ഷെയർ എന്ന് പറയുന്നത്. അതിനകത്ത് ടെൽഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ഹില്ലാണ് റെക്കിൻ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിനും 407 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അത് മെയിനായിട്ട് അറിയപ്പെടുന്നത് അതിൻ്റെ വ്യൂ തന്നെയാണ്. എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്ന പോലെ അടിപൊളി വ്യൂ ആണ് അതിൻ്റെ ടോപ്പിൽ. അത് നിങ്ങൾക്ക് അവസാനം കാണാൻ പറ്റും. പിന്നെ അതുപോലെ ഒരു അഡ്വഞ്ചറസ് ഹൈക്കിങ്ങിന് ഉള്ളതാണ്. സോളോ ഹൈക്കിങ്ങിന് പറ്റിയൊരു സ്ഥലമാണ്. ഞാനിന്ന് ഒറ്റയ്ക്കാണ് പോയത്. അതാണ് ഞാൻ വീഡിയോൻ്റെ ആദ്യം പറഞ്ഞത്. ആദ്യമായിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോകുന്നത് കേട്ടോ. പക്ഷേ ഇറ്റ്സ് 100% സേഫ്. എസ്പെഷ്യലി വെതർ നല്ലതാണെങ്കിൽ ഫിറ്റ്നസ്സിന് നമുക്ക് ആ നേച്ചർ ഒന്ന് എന്താ പറയുക എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ, നല്ല ഫ്രഷ് എയറൊക്കെ കിട്ടി നല്ല എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ നല്ലൊരു കാർഡിയോ എക്സസൈസാണ് നേച്ചർ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളെ എന്താ പറയുക ഹൈക്കിങ്ങിനുള്ള പോലെ തന്നെ അങ്ങനത്തെ വഴികളൊക്കെ തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാം. ഇന്നലെ വരെ മഴയായിരുന്നു, അതുകൊണ്ട് അത്യാവശ്യം നനവുണ്ടായിരുന്നു. കയറാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഒരു ഹൈക്കിങ്ങിൻ്റെ സിവിയറിറ്റി എന്ന് പറയുന്നത് മോഡറേറ്റ് ആണ് കേട്ടോ. ഒരു നമുക്ക് നിന്ന് കുറച്ച് നേരമൊക്കെ ടൈം എടുത്ത് കയറി നമുക്ക് പോകാവുന്ന ഒരു ഹിൽ സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ റെക്കിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആവറേജ് ഏകദേശം ആ റൗണ്ട് ട്രിപ്പ് വരുന്നത് 4 to 6 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. ഞാൻ ഇന്ന് കയറിയപ്പോൾ ടോട്ടൽ 6.2 കിലോമീറ്റർ ആയി അപ്പ് ആൻഡ് ഡൗൺ കയറിയപ്പോൾ. ഇത് കണ്ടോ, 3 പേര് സൈക്കിൾ ചവിട്ടി വരുന്നതാണ്. താഴേന്ന് തൊട്ട് അവർ സൈക്കിൾ ചവിട്ടി വരിക അല്ലേ. നമുക്ക് നടന്നിട്ട് തന്നെ കയറാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ അവർ. നല്ല ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തതാണ്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് മുകളിലെത്തി. ഇത് ഒരു എന്താ പറയുക ടെൽഫോർഡിൻ്റെ ഒരു ഐക്കോണിക് പോയിൻ്റ് എന്ന് തന്നെ പറയാം. ഒരുപാട് നേച്ചറും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ഏകദേശം ടോപ്പിലുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ടോപ്പ് എത്തില്ല, എൻ്റെ കുറച്ച് മുന്നേ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഇനി നിങ്ങൾക്ക് എൻ്റെ ടോപ്പ് വ്യൂ കാണാം. ഇതാണ് ഏറ്റവും ടോപ്പിലെ വ്യൂ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലൊരു എന്താ ഹെലിക്യാമോ മറ്റേ ഡ്രോണൊക്കെ ഉണ്ടെങ്കിൽ വെച്ചെടുത്ത് അടിപൊളിയായിരിക്കും. ആ മഞ്ഞ കളർ കാണുന്നതൊക്കെ യെല്ലോ പാടങ്ങളാണ്. അതിനുശേഷം നല്ലൊരു കാറ്റ്, നല്ലൊരു വെതറായിരുന്നു, വിൻഡി ആയിരുന്നു. പക്ഷേ കുഴപ്പമുണ്ടായില്ല. ഞാൻ 1.5 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് കേട്ടോ. ഏകദേശം 6 കിലോമീറ്ററിൻ്റെ മുകളിൽ ഹൈക്ക് ചെയ്തു. അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് അവിടെ കുറച്ച് റെസ്റ്റ് ചെയ്ത് അങ്ങനെ തിരിച്ചെത്തി. കാറിലിരിക്കുകയാണ്. ഒന്ന് റെസ്റ്റ് എടുത്ത് ഒരു 10 മിനിറ്റ് ബ്രീത്ത് ചെയ്യാനുള്ള സമയം. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട്. ബൈ ബൈ.